തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിൽ വീണ്ടും കബാലിയുടെ വിളയാട്ടം. അമ്പലപ്പാറയിൽ 1.5 മണിക്കൂറിലേറെ നേരമാണ് ആന ബസ് തടഞ്ഞിട്ടത്. 2 ദിവസം മുൻപാണ് ആന വീണ്ടും മടങ്ങിയെത്തിയത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. വിളയാട്ടം അതിരപ്പള്ളി മേഖലയിൽ ഉണ്ടായിരിക്കുകയാണ്. അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിലാണ് കോരിച്ചൊരിയുന്ന മഴയിലാണ് ഈ കാട്ടാന റോഡിലേക്ക് ഇറങ്ങി വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1.5 മണിക്കൂറോളം ഈ അമ്പലപ്പാറയിൽ ഈ വാഹനങ്ങൾ തടഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അമ്പലപ്പാറയിൽ വെച്ച് സ്വകാര്യ ബസ് ആന തടഞ്ഞിട്ടത് 1.5 മണിക്കൂറിലേറെയാണ്. ബസ്സിൽ നിറയെ യാത്രക്കാരടക്കം ഉണ്ടായിരുന്നു. ബസ്സിന് മുൻഭാഗത്ത് വന്ന് തുമ്പിക്കൈയുമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പലകുറി ഹോണടിച്ചിട്ടും ആന മാറാത്ത ഒരു സാഹചര്യം വൈകിട്ട് 4 മണിയോടെ, ഇന്നലെ വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ബസ് തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സാധാരണ നിലയിൽ ഈ മഴക്കാലത്തൊക്കെ, കാലവർഷ സമയത്തൊക്കെ കാട്ടാനയുടെയൊക്കെ ഒരു സാന്നിധ്യം ഈ വളരെ കുറയുന്ന ഒരു സാഹചര്യമാണല്ലോ. സാധാരണ ഈ കാലത്താണ് ഈ കുടിവെള്ളം ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് ഇത്തരത്തിൽ കാട്ടാന ജനവാസ മേഖലയിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. എന്നാൽ ഇപ്പോൾ കനത്ത മഴയിലും കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് അതിരപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളുണ്ട് ഉള്ളത്. തുടർന്ന് 1.5 മണിക്കൂറിലേറെ ഈ റോഡിൽ യാത്രക്കാരെയും വാഹനങ്ങളെയും ഒക്കെ വിറപ്പിച്ചതിന് ശേഷമാണ് കാട്ടാന ഉൾപ്രദേശത്തേക്ക് വലിച്ചിട്ടുള്ളത്. ശരി, അതിരപ്പള്ളി മേഖലയിലും ആന ശല്യം എന്ന് തന്നെയാണ് സാനു കെ സജീവ് നൽകുന്ന വിവരം.